ലോക തൊഴിലാളി ദിനം മെയ് 1. 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ് ലഭിച്ച ഛത്തീസ്ഗഡിലെ പരിസ്ഥിതി പ്രവർത്തകൻ അലോക് ശുക്ല. 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ് ലഭിച്ച ഛത്തീസ്ഗഡിലെ പരിസ്ഥിതി പ്രവർത്തകൻ അലോക് ശുക്ല. ഹാസ്തിയോ ആരണ്യ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിനാണ് പുരസ്കാരം. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണിത്. 2024 ഏപ്രിൽ നാഷണൽ ഫിലിം അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. 2024 ഏപ്രിൽ നാഷണൽ ഫിലിം അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ മണലിൽ. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു വി സാംസൺ. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു വി സാംസൺ. 2024 ഏപ്രിൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റത് വിമല വിജയ ഭാസ്കർ. 2024 ഏപ്രിൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റത് വിമല വിജയ ഭാസ്കർ. 2024 ഏപ്രിൽ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ആർ ഹരികുമാർ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. നാവികസേന ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ഒന്നുകൂടി വായിക്കാം. ലോക തൊഴിലാളി ദിനം മെയ് 1. 2024 ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ് ലഭിച്ച ഛത്തീസ്ഗഡിലെ പരിസ്ഥിതി പ്രവർത്തകൻ അലോക് ശുക്ല. ഹാസ്തിയോ ആരണ്യ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിനാണ് പുരസ്കാരം. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ്മാൻ എൻവയോൺമെൻ്റൽ പ്രൈസ്. 2024 ഏപ്രിൽ നാഷണൽ ഫിലിം അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. സുനിൽ വത്സനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു വി സാംസൺ. 2024 ഏപ്രിൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർപേഴ്സണായി ചുമതലയേറ്റത് വിമല വിജയ ഭാസ്കർ. 2024 ഏപ്രിൽ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ആർ ഹരികുമാർ വിരമിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. നാവികസേന ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ.